സംസ്ഥാനത്ത് കൊടുംചൂടാണ്. ആ കൊടുംചൂട് തുടരുന്നതിനിടെ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്നാണ്. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലനിൽക്കെ നിലവിലെ സാഹചര്യം വിലയിരുത്തും. രാവിലെ 11 ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. ഷഫീദ്, വെരി ഗുഡ് മോർണിംഗ്. ചൂടിങ്ങനെ പോവുകയാണ്, അത് എവിടെയും പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. ആ സമയത്ത് ഈ ഓൺലൈൻ യോഗം 2024 ശേഷം ആദ്യമായാണ് ഇത്തരത്തിലൊരു ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകുന്നത്. ആ സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാകും യോഗത്തിൽ ചർച്ചയാവുക? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് ഹഷ്മി. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാനത്ത് നേരത്തെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് ചൂട് കൂടുന്നുണ്ട്. മാത്രമല്ല അത് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രി ഓൺലൈനായിട്ടൊരു യോഗം വിളിച്ചിട്ടുള്ളത്. രാവിലെ 11 മണിക്ക് ഓൺലൈനായി യോഗം ചേരും. അതായത് ഈ ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള സാഹചര്യം വിലയിരുത്തുന്നതിനും ആവശ്യമായ അത് കൈക്കൊള്ളുന്നതിനു വേണ്ടിയിട്ടാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ, ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ, അതേപോലെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന കാര്യം. മാത്രമല്ല ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക സംഘത്തെ അടക്കം നിയോഗിച്ച് സംസ്ഥാനത്തെ ചൂട് സാഹചര്യം, അതേപോലെ തന്നെ ഉഷ്ണതരംഗ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നതിനുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ ഈ യോഗത്തിൽ കൈക്കൊണ്ടേക്കാമെന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പിന് പിന്നാലെ ഓറഞ്ച് അലേർട്ട് അത് നിലനിൽക്കുകയാണ്. കൂടാതെ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലേർട്ടും നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം സൂര്യാതപമേറ്റത് 4 പേർക്കാണ്. എന്നാൽ ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയ താപനില കുറഞ്ഞ താപനിലയാണ് എന്നുള്ളതൊരു ആശ്വാസമാണ്. 39.7 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയ താപനില. മാത്രമല്ല ഈ കോഴിക്കോട് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനിലയായ 38 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. ഈ മാസം 27 ഉയർന്ന താപനിലയും ഉഷ്ണതരംഗ മുന്നറിയിപ്പും തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. എന്നാൽ അടുത്ത 5 ദിവസം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള വിവരം അത് വിശ്വാസം തരുന്നതുമാണ്. ക്രിസ്റ്റീന. ഓക്കെ, ഷഫീദ് റാവുത്തറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്നാണ്. ഇപ്പൊ ചൂട് മാത്രമല്ല, ഉഷ്ണതരംഗം UV അൾട്രാവയലറ്റിന്റെ തോത് കൂടുന്നു, ഉഷ്ണതരംഗം വരുന്നു. അങ്ങനെ മൊത്തത്തിൽ ആകെ കുറച്ച് സങ്കീർണവും കോംപ്ലിക്കേറ്റഡുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.